പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെയാണ് ഇവിടെ പലർക്കും മണിപ്പൂരിനെ പറ്റി കേൾക്കുമ്പോൾ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ വീഡിയോ എത്ര സമയം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം മണിപ്പൂരിനെ പറ്റി എന്ത് വാർത്ത പുറത്തു വന്നാലും അത് നിങ്ങളിലേക്ക് എത്തില്ല. കാരണം പ്രബുദ്ധ കേന്ദ്ര സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും എന്നേക്കുമായി ആ സംസ്ഥാനത്തെ പറ്റി എന്ത് വാർത്ത പ്രചരിച്ചാലും നിമിഷ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും എന്നേക്കുമായി തുടച്ചു മാറ്റും. വിശ്വസിക്കാൻ ആവുന്നില്ലല്ലേ? പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തെ അവിടെ അല്ലെങ്കിൽ ഇടമെന്നോ ഈ വീഡിയോയിൽ പരമാവധി വിശേഷിപ്പിക്കാൻ ശ്രമിക്കാം. അതിന് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങൾ സഹകരിക്കണം. അപ്പോൾ തുടങ്ങാം. ആദ്യമൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കലാപത്തിനിടയിൽ പെട്ടെന്ന് ആ പർട്ടിക്കുലർ ഇടത്തെ പറ്റി യാതൊരു തരത്തിലെയും ഫോളോ അപ്പുകളൊന്നും തന്നെ പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളിലടക്കം കാണാൻ സാധിക്കാത്തത്. പിന്നീട് സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കി. ഡെമോക്രാറ്റിക് കൺട്രി, ആ വാക്ക് തീർത്തും ഒരു കാഴ്ചക്കാരനാണെന്നുള്ള തിരിച്ചറിവ്. ആദ്യം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങ് ശീലമായി. അപ്പോൾ പറഞ്ഞു വന്നത് ആ ഇടത്തെ പറ്റി. അതിപ്പോൾ ആ ഇടത്തിൻ്റെ പേര് പോലും പ്രത്യേകിച്ച് വാർത്താമാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ, സോ കോൾഡ് കേന്ദ്ര സർക്കാർ. വെറും സർക്കാരല്ല, മതേതര കേന്ദ്ര സർക്കാർ. അതെ, അവർ തന്നെ. ഈ പറഞ്ഞ സംസ്ഥാനത്തെ പറ്റി എന്തിട്ടാലും, അതിപ്പോൾ ഒരു വീഡിയോ ആകാം, ഒരു ചിത്രമാകാം, എന്തുമായിക്കൊള്ളട്ടെ, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും നിമിഷ നേരം കൊണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുക എന്ന രീതിയാണ് കുറെ കാലങ്ങളായി ഇപ്പോൾ കണ്ടുവരുന്ന ആചാരം. മോദി 2.0 അങ്ങനെ പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് ഞാൻ കരുതുന്നു. മോദി രണ്ടാമതും ഭരണത്തിലേറിയ സമയത്ത് ഈ പർട്ടിക്കുലർ ഇടത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നുകാട്ടാൻ അന്നത്തെ മന്ത്രിസഭയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മോദി 3.0 അതാണല്ലോ ട്രെൻഡ്. ഇപ്പോൾ പുതിയ മോദി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. എന്താണ് പഴയ മോദി സർക്കാരും പുതിയ മോദി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അവർക്കൊരു ശക്തരായ പ്രതിപക്ഷം വന്നിരിക്കുന്നു. അതിൽ തന്നെ അവർ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ആ ഇടം, അത് തന്നെ, ആ ഇടത്തെ പ്രതിനിധീകരിച്ച് ഒരു ശക്തമായ ശബ്ദം ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതെ, ഇന്നർ മണിപ്പൂരിൽ നിന്നുമുള്ള ലോക്സഭാംഗം, JNUവിൽ അധ്യാപകനായ 1,00,000-ലേറെ വോട്ടിന് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച അങ്കോംജ ബിമോൽ അഖോയിജാം. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം മോദി സർക്കാരിനെ ചോദ്യശരങ്ങൾ കൊണ്ട് മുൾമുനയിൽ നിർത്തിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മണിപ്പൂരിനെ കുറിച്ച് മോദി ശബ്ദിച്ചാൽ ഞാൻ നിശബ്ദനാകാം. ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്നും അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുമെന്നും മോദി സർക്കാർ പറയുന്ന നിമിഷം ഞാൻ നിശബ്ദനാകാം. will feel comfortable with their silence on the tragedy of Manipur. Keep your hands on your heart and think about the 60,000 people who are linguistic in relief camps. And those mothers, those widows, think of them. And then you talk about nationalism. Point is made. He made Only his point. then we will understand what this tragedy means. And Mr. Chairman, the hurt, the anger has thrown a nobody like me to be part of this temple of democracy. Pitting the BJP cabinet minister, think about the pain. If you hear an anxiety, anguish and pain in my voice, please go back and see those 60,000 people languishing in the relief camp. Don't talk about partition remembrance till you bring that. I would keep quiet the moment the Prime Minister opened his mouth and a nationalist party says that Manipur is part of India and we care for the people of that state. Only then I will accept what is nationalism in our face. Thank you, Mr. Chairman. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ചിലത്. ലോക്സഭാ സമ്മേളനം തുടങ്ങിയ നാൾ മുതൽ മോദി സർക്കാരിൻ്റെ ഇരുണ്ട രാത്രികളാണ്. അവർ ഇത്രയും കാലം ചെയ്തതും ചെയ്യാനിരിക്കുന്നതും തുറന്നു പറയാൻ അവരുടെ മുന്നിൽ ഒരു എതിരാളി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ ഇത്രയും കാലം ചെയ്തതിനൊക്കെ നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ.
ഇനിയും വർഗീയതയുടെ വിഷം പുരട്ടി സത്യത്തെ മറയ്ക്കാമെന്ന് നിങ്ങൾ കരുതരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ജനം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തേക്ക് നിർത്താം. നന്ദി.